ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ കുറച്ച് ചിക്കൻ പീസസ് എടുത്തിട്ടുണ്ട്, കൂടെ 2 ലെഗ് പീസും കൂടി എടുത്തിട്ടുണ്ട്. വരഞ്ഞു കൊടുക്കാം, മസാലയൊക്കെ ഉള്ളിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് വരഞ്ഞത്. ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പേസ്റ്റാണ് അടുത്തതായി ചേർക്കാൻ പോകുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അളവൊക്കെ സ്ക്രീനിൽ കാണാം. ചിക്കന് ഒരു സോഫ്റ്റ്നെസ്, മൃദുത്വം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ്റെ ലെഗ് പീസസിൽ വരഞ്ഞു കൊടുത്തില്ലേ, അവിടെയൊക്കെ മസാലകളൊക്കെ നന്നായി നിറച്ച് കൊടുക്കാം. എന്നാലേ അതിൻ്റെ ഉള്ളിലത്തെ ആ വെള്ള കളറൊക്കെ പോയി നന്നായി മസാലയൊക്കെ പിടിക്കും. ഇതൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു 3 ടേബിൾ സ്പൂൺ റൈസ് ബ്രാൻ ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ചൂടുള്ള പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസസ് ഓരോന്നായി ഈ എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു 10 മിനിറ്റിന് ശേഷം നമ്മുടെ ചിക്കൻ പീസസൊക്കെ ഒന്ന് മറിച്ച് കൊടുക്കാം. ഉള്ളൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇത് മറിച്ച് കൊടുത്തിട്ട് മറ്റേ ഭാഗം കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 2 ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഒന്നും കൂടി ഒന്ന് മറിച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. അപ്പം ചിക്കൻ പീസസൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്യുകയാണ്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഓരോ കഷ്ണങ്ങൾ വറുത്തത് പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. ചിക്കൻ വറുത്ത ബാക്കി എണ്ണയിൽ തന്നെ നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാം. ഇവിടെ ബാക്കി വന്ന എണ്ണയാണ്. അതിലേക്ക് ഞാൻ ഒരു 5 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് യോജിപ്പിച്ച് ഉള്ളി ഒന്ന് മൂത്ത് വരുന്നവരെ ഇതുപോലെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പേസ്റ്റും കൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സമയം കൂടി ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല. ഇതൊക്കെ ചേർത്ത് ഇതിൻ്റെ ഒരു പച്ച മണം പോകുന്നവരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്, കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇത് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ പീസസ് ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ മസാലേൻ്റെ ഫ്ലേവറൊക്കെ ഈ ചിക്കൻ പീസസിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 2 മിനിറ്റും കൂടി നമുക്ക് ഇത് സ്റ്റൗവിൽ വയ്ക്കാം. ഇതിന് ശേഷം സ്വിച്ച് ഓഫ് ചെയ്യാം. ഇതൊക്കെ നന്നായി ഒന്ന് യോജിച്ചെടുക്കാം. ഇപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇത് കഴിക്കാവുന്നതാണ്. കാരണം ഉള്ളിയും മസാലയെല്ലാം ഉള്ളതുകൊണ്ട് വേറെ കറീൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.